മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതികളായ KSU നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ വിധി വ്യാഴാഴ്ച. ജില്ലാ കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേട്ടു. പ്രതികളുടെ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കും. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, വധശ്രമ കേസ് എന്നുള്ള രീതിയിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വിശദമായ വാദം ജാമ്യ ഹർജിയിൽ കേട്ടിട്ടുണ്ട്. വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ശ്രുതി, അതായത് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്ന് ഈ KSU നേതാക്കളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം അത് ഇന്നത്തേക്ക് വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റുകയായിരുന്നു. എന്നാൽ വിധി പറയാൻ വേണ്ടി ഈ കേസ് മറ്റന്നാളത്തേക്ക്, അതായത് 12-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇന്ന് വിശദമായ രീതിയിലുള്ള ഒരു വാദമാണ് കോടതി കേട്ടത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ഒക്കെ വാദങ്ങൾ ഇന്ന് കോടതി കേട്ടു. പ്രോസിക്യൂഷൻ പ്രധാനമായും സൂചിപ്പിച്ചത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് വധശ്രമം ഉൾപ്പെടെയും മന്ത്രിയെ കരുതിക്കൂട്ടി തന്നെയാണ് ഈ ആക്രമിക്കാൻ വേണ്ടി ഇവർ എത്തിയത് എന്നുള്ള കാര്യം ഉൾപ്പെടെ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം എതിർത്തുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകർ ഇന്ന് കോടതിയിൽ വാദിച്ചത്. ഏറ്റവും പ്രധാനമായി ഇത്രയും ദിവസമായിട്ടും മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ 13 ദിവസം പൂർത്തിയാവുകയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ നൽകിയിട്ട്. അതായത് ഈ 13 ദിവസത്തിനിടയിലുള്ള കസ്റ്റഡി കാലാവധി ഇടയിൽ ഈ മന്ത്രിയെ ആക്രമിക്കാൻ ഉപയോഗിച്ചു എന്ന് പോലീസ് FIRൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ള ആയുധമോ അല്ലെങ്കിൽ മറ്റ് തെളിവുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ FIRൽ സൂചിപ്പിച്ചിരിക്കുന്നത് അന്നേ ദിവസം 3:15-നും 3:16-നും, അതായത് കേവലം 1 മിനിറ്റ് സമയത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു സംഭവം എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ FIRൽ തന്നെ അപാകതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇന്ന് പ്രതിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് വിധി പറയുന്നതിന് വേണ്ടി മറ്റന്നാളത്തേക്ക്, അതായത് വ്യാഴാഴ്ചത്തേക്ക് ഈ കേസ് മാറ്റിയിട്ടുള്ളത്. എന്തായാലും മന്ത്രി വീണ ജോർജിനെ മൊഴിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ FIRലെ അപാകതകളൊക്കെയായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇപ്പോഴും പ്രോസിക്യൂഷൻ പറയുന്നത് മന്ത്രിയെ ആക്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു ഈ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ഈ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. KSU നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ എന്തായാലും വിധി വ്യാഴാഴ്ചയാണ്. അർജുൻ കല്യാടാണ് വിശദാംശം.